ഞാൻ വരുന്ന വഴിക്കൊരു ആക്സിഡന്റ് പറ്റി. എന്റെ ദൈവമേ, എന്താ പറ്റിയേ? അത് അമ്മൂമ്മ പട്ടികളായ കുറച്ച് ബോധം വേണ്ടേ. ഒരു ബോധമില്ലാത്ത പട്ടി എൻ്റെ ബൈക്കിന് കുറുകെ ചാടി. ഞാൻ എൻ്റെ അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ബൈക്കാ. എന്റെ ദൈവമേ, ബൈക്ക് ഞാനും കൂടെ തെക്ക് കൊടുക്കാണ് തിരിച്ചു വീണത്. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, അച്ഛൻ്റെ ഇൻഡിക്കേറ്റർ ഓടിഞ്ഞു, ബൈക്കിന്റെ ഇൻഡിക്കേറ്റർ ഓടിഞ്ഞു. വേറെ ഒന്നും പറ്റിയില്ല. മോൻ എന്തെങ്കിലും പറ്റിയോ? അതല്ലേ ഭാഗ്യം. എനിക്കൊന്നും പറ്റിയില്ല. ഒന്നോ രണ്ടോ എല്ലാം ഒടിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. വേറെ ഒന്നും പറ്റിയില്ല. എക്സ്റേ എടുത്ത് നോക്കണം. അമ്മേ, മനുഷ്യന്റെ അണ്ടകളാകും വരെ വേദനിക്കുന്നു. എന്നിട്ടെന്താ ആശുപത്രി പോവാഞ്ഞേ? അതല്ലേ രസം. ആശുപത്രി പോവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനിന്ന് പേഴ്സ് എടുത്തില്ലെന്ന്. എൻ്റെ ഒരു കാര്യം. അമ്മൂമ്മ കാശ് വല്ല ഇരിപ്പുണ്ടാ? കാശ് കുറച്ച് മതി. എത്രയാ വേണ്ടേ? ഒരു ആശുപത്രി ചെലവിനൊരു 5000 രൂപ മതിയാവും. വീട്ടിലെത്തിയ ഉടനെ ഞാൻ കൊടുത്തയച്ചേക്കാം. അത്രയും ഉണ്ടോന്ന് അറിയില്ല, നോക്കട്ടെ. എന്നാ ഇടിച്ചിട്ടതൊരു പട്ടിയായി പോയി. അല്ലെങ്കിൽ കുത്തിരി പിടിച്ചാൽ നഷ്ടപരിഹാരം വാങ്ങിയതാ. അയ്യോ, എന്തൊരു വേദന. ഞാൻ എത്ര ഉണ്ടെന്ന് നോക്കട്ടെ മോനെ. ആ, പിന്നെ അമ്മൂമ്മ ഈ കാര്യം അച്ഛനോടും ഷീജോടും പറയണ്ട. അവര് വിഷമിക്കും. അതാ. Two bulbs A and B marked as A 60 watt 220 volt and B 100 watt 220 volt are connected in parallel to a 220 volt source. Which of these will glow brighter? Sir? Sir? ക്ലാസ് കിടക്കുന്ന ഇവിടെയാണ്, പുറകിലല്ല. എന്തുവാ? ബസ് താമസിച്ചു. ബസ്സിന്റെ കംപ്ലൈന്റ് വരേണ്ട സ്ഥലം ഇതല്ല. ഇത് പ്രകാശ് സാറിന്റെ ഫിസിക്സ് ക്ലാസ് ആണ്. സർ, സത്യമായിട്ടും താമസിച്ചു സർ. താനൊന്നും പഠിക്കാനല്ല വരുന്നത്. അതുകൊണ്ട് താൻ ക്ലാസ്സിൽ കയറുകയും വേണ്ട. പോവാൻ നോക്ക്. സർ പ്ലീസ് സർ. എന്ത് പ്ലീസ്? തനിക്കൊക്കെ തോന്നുമ്പോൾ കയറാൻ ഇത് തന്റെ തന്ത പറഞ്ഞ ക്ലാസ്സൊന്നുമല്ല. താനെന്ന് ക്ലാസ്സിൽ കയറണ്ട. തന്നെ പഠിപ്പിക്കാൻ എനിക്ക് സൗകര്യമില്ല. സർ, താൻ ഇനി ഇവിടെ നിന്നാ തന്നെ ഞാൻ തല്ലി ഇറക്കും. പോ പോവാൻ. ചെയ്തു കഴിഞ്ഞോ? എഴുന്നേറ്റ്. താനെന്താ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് എഴുതാൻ വരാത്തെ? സുഖമില്ലായിരുന്നു സർ. സുഖമില്ലായിരുന്നു. ടെസ്റ്റ് പേപ്പറിന്റെ അന്ന് തന്നെ അതെനിക്ക് വയ്യണ്ടായി ഇല്ലേ? തനിക്കെന്താ ചെവി കേൾക്കത്തില്ലേ? വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക്, കൃത്യം 4 മണിക്ക് വന്ന് എഴുതിയിട്ട് പോക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തിങ്കളാഴ്ച ഇങ്ങോട്ട് വരണ്ട. മനസ്സിലായോ? ആ ഇരി. ഇതൊന്ന് സൈൻ ചെയ്തേക്കണേ. നേർന്നട മോനെ. അമ്മ ഒന്ന് അനങ്ങായിരുന്നേ. ഈ പാട്ടാ എപ്പോഴും ഇതൊക്കെ തന്നെ. അത് മാറ്റിയോ? ആ, മോഹൻലാൽ ഉള്ളപ്പോഴാ. നിനക്ക് നല്ല മാർക്കൊക്കെ ഉണ്ട്. ആ, പക്ഷെ നീ ഉണ്ണാതെ ഉറങ്ങാതെയും കുത്തിയിരുന്ന് പഠിച്ച് അസുഖം വരുത്തി വെക്കരുത് കേട്ടാ. ഞാൻ ആവശ്യത്തിന് ഉണ്ണുന്ന ഉറങ്ങുന്നൊക്കെ ഉണ്ട്. അച്ഛന് വെറുതെ തോന്നിയ. അച്ഛന് തോന്നി. പരീക്ഷ ഒന്ന് കഴിഞ്ഞോട്ടെ.
ഞാനും മോളും കൂടെ ഗിരിജയുടെ വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുക. അവിടെ പോയി സുഖമായിട്ട് ആഹാരമൊക്കെ കഴിച്ച് നല്ല ഉറക്കമൊക്കെ ഉറങ്ങി ക്ഷീണമൊക്കെ മാറിയിട്ടേ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരുന്നുള്ളൂ. കറക്റ്റ്. അപ്പൊ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ട്രെയിനിൽ പോകണോ ഫ്ലൈറ്റിൽ പോകണോ എന്ന് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. മിക്കവാറും ഫ്ലൈറ്റിലായിരിക്കും. ഇല്ല അമ്മമ്മ? ഫ്ലൈറ്റിൽ മതിയടി മോളെ. യെസ്. അപ്പൊ അവിടം വരെ എത്തി കാര്യങ്ങൾ അല്ലേ? ഈ പാട്ടൊന്ന് മാറ്റി ആ പഴയ പാട്ടൊന്ന് വെച്ചടി. ഇല്ല മാറ്റില്ല. റിമോട്ട് എങ്ങത്താ? മോളെ സൂപ്പറാ നോക്കിയാച്ചാ. ഓ ഇതെങ്ങനെയാ കണ്ടോണ്ടിരിക്കുന്നത്? എന്തൊരു ഇടിയല്ലേ. എന്തോന്നാ വിനോദ് വരാൻ വൈകുന്നാ പറഞ്ഞേ. നമുക്കങ്ങ് കഴിച്ചു തുടങ്ങാം. സിസ്റ്ററെ ഇതെന്താ ഡയറ്റാണോ അതോ സമയം കിട്ടിയില്ലേ? സമയം കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ചപ്പാത്തി ആരോഗ്യത്തിന് നല്ലതല്ലേ? അത് ശരിയാ. എന്നാലേ സിസ്റ്റർ ഇതങ്ങ് കഴിച്ചോ. കഴിച്ചോ? നമുക്ക് ഷെയർ ചെയ്യാം. മൊത്തം കഴിച്ചോ. ഇന്നത്തെ എങ്ങനെയുണ്ടെന്നൊന്ന് പറ. ഇതിപ്പോ ഒത്തിരി ഉണ്ടല്ലോ. എല്ലാം കഴിച്ചോ. ആ നിങ്ങൾ കഴിച്ചു തുടങ്ങിയ? വാടാ ഞങ്ങളിപ്പോ തുടങ്ങിയുള്ളൂ. ഇരിക്കും. ഒന്നും പറയണ്ട ആശാനെ, രാവിലെ തൊട്ട് നിലത്ത് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഒന്ന് കഴിക്കാന്ന് പറഞ്ഞ് ഇറങ്ങാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ആ 14 പേഷ്യന്റിനെ ഇനിമ കൊടുക്കണം. ഞാൻ വൃത്തിയേടാക്കിയത് മൊത്തം വൃത്തിയാക്കി. സിസ്റ്റർ കഴിച്ചോ? അതൊന്നും മൈൻഡ് ആക്കണ്ട. ഇതെന്തൊരു ചപ്പാത്തി? എനിക്ക് വണ്ണം കൂടുന്നുണ്ടോ എന്നൊരു സംശയം. സംശയമല്ല, കൂടുന്നുണ്ട്. അപ്പോൾ ആഹാരമൊക്കെ ഒന്ന് കുറച്ച് ഇറച്ചി മീനൊക്കെ ഒന്ന് പരമാവധി ഒഴിവാക്കി പച്ചക്കറിയിലേക്ക് പോകാനാണ് തീരുമാനം. പച്ചക്കറി മാത്രം ആക്കിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ എരുമ, പശു, ആന അതൊക്കെ പക്കാ വെയിറ്റ് എറിയുന്നു. എന്നിട്ട് അത് മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എടാ ആഹാരം കുറച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. വല്ലപ്പോഴും 2 റൗണ്ട് ഓടുവോ കുറെ അരമണിക്കൂർ നീന്തുവോ ഒക്കെ ചെയ്യണം. അപ്പോൾ നെയ്യും കൊഴുപ്പൊക്കെ മാറി നല്ല മമ്മൂട്ടിയെ പോലെ സുന്ദരനാവും. ഇതൊക്കെ ചുമ്മാ പറയണ ആശാന്. അങ്ങനെയാണെങ്കിൽ ഈ തിമിംഗല കടലിൽ കിടക്കണത് അതെപ്പോഴും നീന്തിക്കൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് അത് മെലിഞ്ഞിട്ടാണ്. അത് ഈ തിമിംഗലം മെലിഞ്ഞാണ് നെത്തോലിയായിട്ട് മാറുന്നത്. ചുമ്മാ ചുമ്മാ എനിക്കറിയാം എന്നെ പറ്റിക്കാൻ പറയണം. മാറി മാറി. ഒന്നുമില്ല. വന്നേ മക്കളെ വന്നേ. പെട്ടെന്നാവട്ടെ, ഇതെങ്ങനെ നമുക്ക് പോകാൻ കുറേ പ്രാക്ടീസ് ചെയ്തേടാ. ഇവിടെ എത്തുമ്പോൾ ശരിയാണ്. ഇവിടെ എത്തുമ്പോഴാണ് തെറ്റിപ്പോകുന്നത്. ലാസ്റ്റ് നമുക്ക് ഇവിടെ ഒന്നുകൂടെ നോക്കാം. ഇതെന്തുവാ മഹീൽ മഹാ? എന്തടി എല്ലാവരും ഉണ്ടല്ലോ. അത് മധുവൊഴുക്കും പേരാണ്. റീനെ നോക്കാരാ? നോക്കല്ലേ. അല്ല, ഈ വായി നോക്കി എങ്ങനെ അറിഞ്ഞാൽ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുവാന്ന്? എനിക്കറിഞ്ഞൂടാ. ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ലോകത്തോൽവി ഉണ്ടല്ലോ. ഓഹോ, നോക്കരുതെന്ന് പറഞ്ഞിട്ട് നോക്കിയല്ലേ? ഞാൻ നോക്കിയൊന്നുമില്ല. കണ്ണൊന്നും മിനിച്ചപ്പോ കണ്ടതാ. അതെ. അവൻ നിന്നെ ഇന്ന് എന്തായാലും പ്രപ്പോസ് ചെയ്യും. നീ നോക്കിക്കോ. നീ കട്ടയ്ക്ക് റിജക്ട് ചെയ്തോ. അല്ല പിന്നെ പഠിക്കാൻ വന്നാ പഠിച്ചിട്ട് പോണം. പറയുന്ന ആള് കൊള്ളാം. പ്രേമരോഗത്തിനെ ദിവസവും 3 നേരം മരുന്ന് കഴിക്കുന്ന ആളാ. ഒന്ന് പോടി.
അതെ, അവനെ പിടിച്ചു നിർത്തിയിട്ട് അവന്റെ ചെപ്പ കുറ്റി നോക്കി 2 പൊട്ടിച്ചിട്ട് പറഞ്ഞാലോ ഇനി മേലാൻ എന്റെ പുറകെ നടക്കില്ലെന്ന്. ഇങ്ങോട്ട് തന്നെ നോക്കുന്നേ. ഞാൻ വേണ്ടണം. പോയി സംസാരിക്കേ, അവസരം കളയാതെ. എടീ, ചുമ്മാ പറയാ, നിക്കടി. തനിക്ക് സംസ്കൃതം നല്ല വശമുണ്ടല്ലേ? സംസ്കൃതം. വദനം രുചിരം ഹൃദയാന്തഹരം മാതകഹാസം മാധവമാസം മൗനാചരണം മദീനി സുമുഖി അണയു സഖിനി കുവളയ നയനെ. ഇതിന്റെ അർത്ഥം എന്താ? എൻ്റെ അമ്മേ, എനിക്കറിയില്ല. ഇല്ല, ഒന്നും മനസ്സിലായില്ല. ആ ബെസ്റ്റ്. ഇതിന്ന് രാവിലെ തൻ്റെ ഫ്രണ്ട് എൻ്റെ കൈ തന്നിട്ട് ഓടിക്കളഞ്ഞ. ഇതാരാ എഴുതിയേ? ഇത് എഴുതിയത് യൂസഫ് അലി സാർ. പുള്ളിക്കാരൻ കാണുന്ന പോലെ ഒന്നല്ലല്ലേ? അറിയോ സാറിനെ? ആ മറ്റേ ടി വിയിലൊക്കെ കാണുന്ന ലുലുമോളുടെ ഓണർ അല്ലേ, ദുബായിലുള്ള? അയ്യോ, അതല്ല. അതല്ലേ? ഇത് യൂസഫ് അലി കേച്ചേരി സാർ. ആ അതൊക്കെ പോട്ടെ. ഇതിന്റെ അർത്ഥം എന്താ? അത് ഞാൻ പിന്നെ പറയാം. ആ ബെസ്റ്റ്. നല്ലൊരു ലവ് സോങ് കിട്ടിയപ്പം വെച്ചങ്ങ് കാച്ചിയല്ലേ? എന്താണേലും എനിക്കിഷ്ടായി. വൈകിട്ട് ഫ്രീ ആണോ? എടീ, അവര് തമ്മിൽ സെറ്റായോ? നമുക്ക് അവളെ വിളിച്ചോണ്ട് പോയാലോ? നമുക്കോ പറ്റുന്നില്ല. അല്ല, എനിക്കോ പറ്റുന്നില്ല. അവരെങ്കിലും എൻജോയ് ചെയ്യട്ടെ. എന്ന് വെച്ചാ എനിക്ക് ആരോ ഉണ്ടെന്നല്ലേ? ഒന്ന് പോടി. താനെന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നൊക്കെ ഞാൻ കാണാറുണ്ട്. ആണോ? ഇത് എല്ലാരും നോക്കുന്നുണ്ട്. ഞാൻ പോട്ടെ. ഓ, പോവാണോ? പ്രാക്ടീസ് ആണോ? പിന്നല്ലാതെ. ബൈ. Tasteful face brings delight to my heart. Intoxicating smile is like the month of Madhava. Please stop your work of silence. Hey beauty, come closer dear. The one with eyes like water lilies. ആ സിസ്റ്ററെ, അമ്മൂമ്മയുടെ അടിയന്തരത്തിന് നമ്മളെയൊന്നും വിളിച്ചില്ല കേട്ടോ. അതിന് അപ്പൂപ്പനെങ്കിലും വിളിക്കണേ. ഓക്കെ, ഒരാവശ്യമില്ല. സിസ്റ്റർ, ഹലോ. 2 ദിവസമായിട്ട് കാണാനില്ലല്ലോ. ചെറിയൊരു പനിയുണ്ട്. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം സിസ്റ്റർ, വെച്ചോണ്ടിരിക്കല്ലേ. ഇപ്പം ചെറിയ ആശ്വാസമുണ്ട്. ശരി ശരി, ഞങ്ങൾ വൈകിട്ട് ഞാനും വിനോദും കൂടെ അങ്ങോട്ട് ഇറങ്ങാം. വിനോദ? ശരി. വിനോദേ, ഓ, നമുക്ക് വൈകിട്ട് അമ്പളി സിസ്റ്ററിന്റെ വീട് വരെ ഒന്ന് പോണേ. അടുത്താണോ? 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര ഒരു ആശാനെ? വിനോദേ, ചുമ്മാ 10 കിലോമീറ്റർ ശരിയാണ്. 100 മീറ്റർ എന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ, 1000 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 10 കിലോമീറ്റർ.
ഹലോ ഹലോ അമ്മാമ്മ. ആ ഷീജമോളെ നീയായിരുന്നോ? ഞാൻ വിചാരിച്ച ഗിരിജയായിരിക്കുന്നു. കുഞ്ഞുവാവയൊക്കെ ഉറങ്ങിയോ മോളെ? അയ്യോ എന്ത് ബഹളമായിരുന്നെന്ന് അറിയാമോ അമ്മാമ്മ? ഇപ്പൊ അങ്ങോട്ട് ഉറക്കി കിടത്തിയേ ഉള്ളൂ. അമ്മാമ്മ പുഷ്പേട്ടനെ ഇന്നലെ മെനഞ്ഞാന്ന് അവിടെ വന്നായിരുന്നോ? പുഷ്പരാജ ഇന്നും ഇന്നലെ ഒന്നും വന്നില്ല. കുറച്ചു ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു. എന്താ മോളെ കാര്യം? വന്നില്ലേ? ഇല്ല. അല്ല 2-3 ദിവസമായി പോയിട്ടേ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവിടെ വന്നോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. എടാ രവി, ഷീജമോളാ പുഷ്പരാജൻ കുറച്ച് ദിവസമായി വീട്ടിൽ ചെന്നിട്ടെന്ന്. നീ ഒന്ന് ചോദിച്ചേ. ദാ എന്താ മോളെ പുഷ്പരാൻ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ല. പുഷ്പേട്ട അവിടെ വന്നോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഇവിടെ വന്നില്ല. അവനിവിടെ വരുന്ന പതിവൊന്നും ഉള്ളതല്ലോ. വന്നില്ലേ? അവൻ എവിടെ പോയതാന്നാ പറഞ്ഞേ? കൂട്ടുകാരന്റെ അച്ഛനെ കിണറ്റിൽ വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച രാത്രി പോയതാ, പിന്നെ വന്നില്ല. വെള്ളിയാഴ്ച രാത്രി കൂട്ടുകാരൻ അച്ഛൻ കിണറ്റി വീണെന്ന്. കിണറ്റി വീണവരെ രക്ഷിക്കാൻ ഇവനാര്? ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനോ? നിങ്ങൾ വിചാരിക്കണമെന്നല്ലോ ഡോക്ടറെ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. എന്താണ് ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു ഇവരെയൊക്കെ കൊണ്ട് എനിക്കാണ് സാറേ ബുദ്ധിമുട്ട്. ഒരു ലോജിക്കില്ലാത്ത കുറേ മനുഷ്യർ. മനസ്സിലായി. പേരെന്താ? പേര് ലക്ഷ്മണൻ. പേര് രാമാനുജൻ. ഞാൻ പിന്നെ എന്താ രാമൻ്റെ അളിയൻ്റെ പേരാ പറഞ്ഞത്. രാമാനുജൻ, അതായത് ലക്ഷ്മണൻ. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ സാർ? തെറ്റുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ രാമാനുജ. രാമാനുജന്റെ ബുദ്ധിമുട്ട് എന്താ പറയൂ. ബുദ്ധിമുട്ട് ഡോക്ടറെ, എനിക്ക് ഇവരെ കൂടെ ജീവിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരു ലോജിക്കില്ലാത്ത ഫാമിലിയാണ് എൻ്റെ ഫാമിലി. ഇവരെ കൂടെ എങ്ങനെ ജീവിക്കും? ഇതെൻ്റെ അച്ഛൻ. ലോജിക്ക് എന്തെന്ന് പോലും അറിഞ്ഞൂടാ. ഇതിൻ്റെ അപ്പുറമാണ് പുള്ളിക്കാരൻ്റെ അച്ഛൻ. അപ്പൊ അച്ഛനിട്ട പേരെന്തരാണെന്ന് അറിയാമോ? ഇല്ല, പറയൂ. ത്രിവിക്രമൻ. ഇത് ത്രിവിക്രമൻ. 1 വിക്രമനും 2 വിക്രമനും എവിടെയാണെന്ന് ഞാൻ വീട് ഫുള്ള് അരിച്ചു പറയും. ഞാൻ കണ്ടില്ല ഒരുത്തൻ. ഓ ശരി ശരി, മനസ്സിലായി. രാമാർജിന് ഇപ്പൊ എത്ര വയസ്സായി? എൻ്റെ മനസ്സിൻ്റെ ആണോ ശരീരത്തിൻ്റെ ആണോ? രണ്ടും പറഞ്ഞോ. മനസ്സിന് 15, ശരീരത്തിന് 20. എത്ര വയസ്സായി? 24. റോങ്. അത് റോങ് ആണ്. ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള സമയം കൂട്ടാൻ പാടില്ല. ഉറക്കമെന്ന് പറയണത് മരണതുല്യമായ സമയമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചുമ്മാ കാര്യം പറയട്ടെ. ആ സമയം കൂട്ടാൻ പാടില്ല. അത് കൂട്ടിയാൽ കണക്ക് തെറ്റും. കണക്ക് തെറ്റിയാൽ ഭൂഗോളത്തിന്റെ സ്പന്ദനം വരെ തെറ്റും. അതറിയാലോ? കറക്റ്റ്. കണ്ടുപടി. ഡോക്ടറിന് കാര്യം മനസ്സിലായി. ഞാനൊരു 5 മിനിറ്റ് സംസാരിച്ചേ ഉള്ളൂ. നിങ്ങളിങ്ങനെ നാടാ. ഇനി കുറച്ച് നേരം രാമാനുജൻ സംസാരിക്കണം. അച്ഛൻ സംസാരിക്കട്ടെ. ഉറക്കം എങ്ങനെയൊക്കെ ഉണ്ട് ഡോക്ടറെ? ഉറക്കം കുറവാണ്, മാത്രമല്ല ഭയങ്കര സംസാരവും. ആശാനെ, അച്ഛൻ്റെ അടുത്തൊന്ന് പറ ആശാനെ, ആ ലോജിക്കിന്റെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യേ. ഞാൻ പറഞ്ഞറിയാൻ എൻ്റെ തൊണ്ടയിലെ വെള്ളം മാറ്റി. രാമാനുജന്റെ ഫയൽ ഓപ്പൺ ആണ്. ഇതാ വെച്ചിട്ട് അതും കൂടെ എടുക്കും. അച്ഛൻ സാഡായിട്ടിരിക്കുന്നു. ഫീലായ അച്ഛൻ ലോജിക്കലി തിങ്ക് ചെയ്താൽ മാറാവുന്ന പ്രശ്നമേ അച്ഛനുള്ളൂ. അച്ഛൻ വിഷമിക്കണ്ട. അച്ഛൻ്റെ എല്ലാ അസുഖം മാറും. ഈ ഡോക്ടർ ആൾ മിടുക്കനാണ്. ഹലോ ഹലോ, എന്താ മോളെ? അച്ഛാ, ഞാൻ മോനെയും കൊണ്ട് വാക്സിൻ എടുക്കാൻ പോയിരുന്നു. അച്ഛാ, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതാ അപ്പൊ വിളിക്കാൻ പറ്റാത്തതേ. മോളെ, പിന്നെ നീ നമ്മുടെ രാജീവനെ അറിയോ? നമ്മുടെ സുശീലും മാമയുടെ മോൻ. അവന്റെ അളിയും പോലീസിലാ. ഞാൻ പുഷ്പരാജന്റെ കാര്യം അവനോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ പേടിക്കണ്ട, അവര് കണ്ടുപിടിച്ചോളൂ. അച്ഛാ, പുഷ്പേട്ടൻ വന്നച്ചാ. ഞാൻ അത് പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത്. എപ്പോ വന്നു? രാവിലെ വന്ന്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വരുമെന്ന്. ഇവൻ എവിടെ പോയിരുന്നു? അച്ഛാ, ഞാൻ വിളിക്കാമേ. ഞാൻ പെട്ടെന്ന് വീട്ടിലെത്തിക്കോട്ടെ. മോനെ ഒറ്റയ്ക്കാ. ശരി. അംബുലൻസ്. ഇനിയിപ്പോ കുറച്ചാളും കൂടെ അല്ലേ ഉള്ളൂ. സിസ്റ്റർ വേറെ ജോലി നോക്കാൻ തുടങ്ങിയോ? നോക്കണം. സിസ്റ്ററിന് ജോലി കിട്ടും. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. വീട്ടില്
ആരും സംസാരിക്കാനും പറയാനോ ഒന്നും ഇല്ലാത്തപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. ഞാൻ ഇടയ്ക്കൊന്ന് ഫോൺ ചെയ്താൽ ഡിസ്റ്റർബൻസ് ആവോ? അതിനെന്താ, അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ, വിളിക്കണം. രാജി സിസ്റ്ററിൻ്റെ ഡ്യൂട്ടി ടൈം കഴിയാറായി. അപ്പം ഞാൻ പതുക്കെ ഇറങ്ങാം. ഞാൻ 2 ദിവസമായിട്ടൊരു സാധനം തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ? എനിക്കാണോ? തുറന്നു നോക്ക്. അയ്യോ, എന്തിനാ സിസ്റ്റർ ഇതൊക്കെ? വെച്ച് നോക്ക്. കൊള്ളാമോ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഞാൻ ഇറങ്ങാം. ആ, എടാ രവി, എന്താ അമ്മേ? റീന മോള് കുറച്ച് ദിവസമായിട്ട് ആഹാരമൊന്നും കഴിക്കുന്നേ ഇല്ല. അവളുടെ ചിരിയും കളിയും ഒന്നും കാണാനേ ഇല്ല. നീ ശ്രദ്ധിച്ചായിരുന്നോ? അമ്മ, അത് അവള് ഈ പരീക്ഷയുടെ സമയത്ത് സ്ഥിരം ഉള്ളതല്ലേ. ഊണുമില്ല, ഉറക്കവും ഇല്ല, എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. അമ്മ അത് കാര്യമാക്കണ്ട. ഇന്ന് അവളുടെ സ്കൂളിൽ മോഡൽ പരീക്ഷയായിരുന്നു. പരീക്ഷയ്ക്ക് പോലും പോയിട്ടില്ല. ഒരേ കിടപ്പായിരുന്നു. എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയാവോ? നീ ഒന്ന് ചോദിച്ചേ. ആ, മോളെ, ഈ സമയത്ത് എന്തിനാ കിടക്കുന്നേ? മോളൊന്ന് എഴുന്നേറ്റേ. ഇങ്ങനെ നീ ഒന്ന് കിടക്കല്ലേ. എഴുന്നേറ്റേ. അച്ഛൻ വിളിക്കുന്നതല്ലേ, ഒന്ന് എഴുന്നേൽക്ക്. ആ, എന്താ മൂക്ക് പറ്റിയ? പനിയൊന്നുമില്ലല്ലോ. ഡോക്ടറെ വല്ലതും കാണണോ? ആ, എന്താ എക്സാം എഴുതാൻ പോവാത്തെ? അമ്മ, ഒരു ചായ എടുക്ക്. മോളെ, കയ്യിലേക്ക് എന്താ പാട്? മോക്കെന്താ പറ്റിയത്? അച്ഛൻ്റെ അടുത്ത് പറ. മോളെന്തിനാ കരയുന്നേ?